ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JP റിവ്യൂ. ഇതൊരു റിവ്യൂ ചാനൽ മാത്രമല്ല, പലതും വരും, വ്ളോഗ്സ് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് റിവ്യൂ ആണ്. റിവ്യൂ തുടങ്ങുകയാണ് നമ്മൾ. ആവേശം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി 100 കോടി അടിച്ചു കഴിഞ്ഞു. 100 കോടി മേളിലായിരുന്നുണ്ട്, എനിക്കറിയില്ല എന്താ പറയുക. ഇപ്പോൾ റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചു. സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരുടെയും. ഇനി വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാത്തിനും തുടങ്ങാം. മ്യൂസിക് അടിപൊളി മ്യൂസിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജാട ആ പാട്ടാണ് എനിക്ക് ഇതിനകത്ത് കുറച്ചും കൂടിയും സിനിമയിൽ വേണം എന്ന് തോന്നിയ പാട്ട്. കുറേ ഇഷ്ടംപോലെ പാട്ടുന്നാൽ പോലും ജാട കേട്ടപ്പോൾ എനിക്ക് ആ പാട്ട്, ആ സീന് ഏറ്റവും പെർഫെക്റ്റായിട്ട് അനുയോജ്യമായ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയത്. ആ പാട്ട് അവിടെ വച്ചതിൽ ഏറ്റവും അടിപൊളിയായിരുന്നു. പിന്നെ അവസാനത്തെ പാട്ട്, അതാണ് ശരിക്കും ഈ സിനിമയുടെ ഒരു ബീറ്റും ബാസൊക്കെ. അത് നല്ല രസമായിട്ട് എല്ലാ പാട്ടൊക്കെ ഭയങ്കര പെർഫെക്റ്റ് സോങ്. എവിടെയും എനിക്ക് പാട്ട് ഇത് സീന് വേണ്ട, ചില സീൻസിനൊക്കെ പാട്ട് വേണം, ചില സീൻസിന് പാട്ട് വേണ്ട, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാ മിക്ക സീൻസിനും ഒരു മ്യൂസിക്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ വേണം, BGM വേണം. ഒയ്യോ, എല്ലാം അടിപൊളി. സുഷിൻ ശ്യാമൊക്കെ എന്ത് രസമായിട്ടാണ് മ്യൂസിക് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാസിനകത്ത് നമ്മൾ സുഷിൻ ശ്യാമിനെ കേൾക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മാസം എന്നല്ല പറയുവനെ, ഒരു ക്ലാസിക് മാസമാണിത്. കാരണം പക്കാ മാസാണ്, ക്ലാസ് കോമഡി ഐറ്റം. അയ്യോ, പിന്നെ നമുക്ക് കാസ്റ്റിലോട്ട് വരാം. മൻസൂർ അലിഖാൻ്റെ കഥാപാത്രം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പോയൊരു കഥാപാത്രമാണ് മൻസൂർ അലിഖാൻ്റെ. നിങ്ങൾക്കറിയാലോ, പുള്ളിക്കാരൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഒട്ടും സെറ്റായില്ല. പുള്ളിക്കാരന് കുറച്ചും കൂടി ഇതിനകത്ത് സ്ക്രീൻ സ്പേസ് ഉണ്ട്, ഡയലോഗ്സ് കുറേ ഉണ്ട്, അതൊന്നും പുള്ളിക്ക് പറ്റുന്നില്ലടേ. പുള്ളിക്ക് അത് പറയാനുള്ളൊരു ഇതില്ല. പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് അറിയുന്ന പോലെ തന്നെയാണ് പുള്ളിയുടെ അവസ്ഥ. പക്ഷേ പുള്ളി മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ലിയോ കണ്ടതിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി പുള്ളി ഉഷാറായിട്ട് നിന്ന പോലെ തോന്നിയിട്ടുണ്ട്. അടിപൊളിയുണ്ട്. പിന്നെ അടുത്തത്, ഇതിൻ്റെ ഒരു കഥ, ഒരു ത്രെഡ് ഉണ്ട്, അതായത് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. അതായത് അടിപൊളിയായിട്ട്, അതായത് എന്താ പറയുക, നല്ല വൃത്തിയിൽ നല്ല മെനക്കി ഒരു സംശയവും തോന്നാത്ത വിധത്തിലാണ് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. അതായത് ഓരോരോ ഭാഗമായിട്ട് ഇതെന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഫ്ലാഷ് ബാക്ക് പോകുന്നത്. നല്ല വൃത്തിക്ക് തന്നെ വെടിപ്പായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു അതായത് നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് അങ്ങനെ, ഇതെന്ത് പറ്റി മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഇതിനകത്തില്ല. എല്ലാം വൃത്തിയായിട്ടാണ് പോകുന്നത്. വന്നുപോയ എല്ലാവർക്കും നല്ല സ്ക്രീൻ സ്പേസിന്. അത് 2 ബംഗാളികളുണ്ട്, പിന്നെ അപ്പൂപ്പനുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഒരു അതായത് പുതിയതായിട്ട് കാണുന്ന പോലെയല്ല, നല്ല ആക്ടേഴ്സാണെന്ന് കണ്ടപ്പോൾ തോന്നി. എനിക്കറിയില്ല കേട്ടോ, അവർ പുതിയ ആക്ടേഴ്സാണ്, ഉണ്ടാവും, പറയത്തേക്കും നമ്മൾ. പിന്നെ ദ മാൻ, രംഗണ്ണൻ, അയ്യോടെ ഈ പടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പുള്ളിയാണ്. എന്തു രസമായിട്ട് പുള്ളി അഭിനയിക്കില്ല, ഞാൻ ഈ അങ്ങനത്തെ ഒരു വാക്കിന് പറയുന്നില്ല, അഭിനയിക്കുന്നില്ല, ജീവിക്കുക. രംഗണ്ണൻ ജീവിച്ചു ഇല്ല, രംഗണ്ണൻ ഉണ്ട്. എടേ, നമ്മൾ കാണുന്നത് രംഗണ്ണൻ്റെ ജീവിതമാണെന്ന് തോന്നും. എല്ലാത്തിനും പുള്ളിയുടെ ഒരു രീതി, വേയോട്ടും മാസാണ് പുള്ളി. മാസല്ല എടാ, എന്താ പറയുക, പുള്ളി ഒരു രക്ഷയില്ല. ചില സീൻസിലൊക്കെ ആണെങ്കിൽ പക്ക നമ്മൾ പ്രതീക്ഷിച്ച അതിനു മേലുള്ളൊരു ഐറ്റമാണ് നമ്മൾ കണ്ടത്. ഞാൻ ഉറപ്പ് തരാം, പടത്തിനോട് ടിക്കറ്റ് എടുത്ത് നോക്ക്. യൂത്തന്മാർക്ക് തന്നെയാണ് മെയിനായിട്ട് പടം. എന്നാലും ഫാമിലി ഓഡിയൻസിന്, ചില ഫാമിലി ഓഡിയൻസിന് വൈബൊക്കെ അടിച്ച് പോകുന്ന ഫാമിലി, എൻ്റെ അച്ഛനും അമ്മ അങ്ങനെയാണ്. അങ്ങനത്തെ ഫാമിലി ഓഡിയൻസിന് തെറ്റാവും. ചില ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് അങ്ങനെ തോന്നി. ചില ആൾക്കാർക്ക് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. മിക്കവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും സിനിമ. ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് പേർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. പിന്നെ പോകുന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാം. ഓക്കെ, ഗുഡ്. ഒരു അറൗണ്ട് ഒരു 5-6 ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് കാണാനും വേണ്ടി. ഇത് എനിക്ക് ഓർമ്മ വന്നതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ അപ്പുറത്തിരുന്നവർ കുറച്ച് കോളേജ് കട്ടി വന്ന പിള്ളേരായിരുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും അത് മനസ്സിലാവും. നിങ്ങൾ കോളേജ് പഠിക്കുന്ന ഫ്രണ്ട്സ്, വെക്കേഷനായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സീനിയേഴ്സായിട്ടുള്ള റാങ്കിങ്സൊക്കെ അനുഭവം ഉണ്ടവർ, അങ്ങനെ അനുഭവമുള്ളവർ, അനുഭവിച്ചവർ, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതാവും.
ഇടിക്കാനല്ല ഒരു ഇതാവും കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഫഹദ് ഫാസിൽ എന്തോ, അതായത് എനിക്ക് തോന്നുന്നു പുള്ളി അതിനകത്ത് ഒരിക്കലും എവിടെയും പുള്ളിയുടെ ഒരു ഓവർ ആക്ടിങ്ങോ ഒന്നും തോന്നിയില്ല. ഇങ്ങനത്തെ ഒരു കഥാപാത്രം, ഇങ്ങനത്തെ സിനിമകളുടെ ഒരു കുഴപ്പമാണ്, ഓവറായിട്ട് ആക്ട് ചെയ്യും ചില സിനിമകൾ. ഞാൻ ആരുടെ പേരും എടുത്തു പറയുന്നത്, ചില ആൾക്കാരുടെ അത് വരുമ്പോൾ ഓവറായിട്ട് ഇങ്ങനെ ആ ഡയലോഗ് അങ്ങനെ പോകും. പക്ഷെ അങ്ങനെയല്ല, ഒരു മാക്സിമം ലെവലിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ പറയുക, അത് കണ്ടതിന് ശേഷവും പിന്നെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുറേ സീൻസ് ഉണ്ട്. നമ്മളൊരു സീനും ഈ സീനും കഴിഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനത്തെ ഒരു സീൻ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സീൻ പോലും എനിക്ക് അങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ മതി തോന്നിയില്ല. എനിക്ക് അങ്ങനെ ഒന്നും കഴിഞ്ഞ് കിട്ടിയാൽ തോന്നിയില്ല. അഭിനയം കുഴപ്പമില്ല, അത് മാത്രമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അല്ലാണ്ട് ഫഹദ് ഫാസിൽ അടിപൊളി വേ ഔട്ട് രീതിയിൽ അതിലെല്ലാം കിടിലം. പിന്നെ സിനിമയുടെ ബാക്കിയുള്ള വശങ്ങൾ, കളർ ഗ്രേഡിങ് അതൊക്കെ അടിപൊളി, നല്ല കളർ ഗ്രേഡിങ്, ഫൈറ്റ് കൊറിയോഗ്രാഫി, ഫൈറ്റൊക്കെ എന്തൊരു എന്തൊരു നല്ല രസമുണ്ട്. ആരെ ഫൈറ്റ് കൊറിയോഗ്രാഫി എനിക്കറിയില്ല, എന്തായാലും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പറക്കുന്ന അടി അതൊക്കെ നല്ല നാച്ചുറലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ലൊരു നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. പിന്നെ ഫസ്റ്റ് ഹാഫിലോട്ട് വരും. ഫസ്റ്റ് ഹാഫ് നല്ല 1 മണിക്കൂർ പോലും അറിയില്ല, വെറുതെ ഇങ്ങനെ ഇരുന്ന് 1 മണിക്കൂർ പോകും. ഫഹദ് ഫാസിൽ പകുതി വെച്ചൊക്കെയാണ് വരുന്നതെങ്കിലും ത്രൂ ഔട്ട് ആ പടത്തിൽ ഫഹദ് ഫാസിൽ വരുന്നതിന് വരുമ്പോൾ തൊട്ട് പടം കുറച്ചും കൂടി സ്പീഡാണ്. ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ പോകുന്നത്, ഒട്ടും സ്ലോ ആയിട്ട് എവിടെ ലാഗ് അടിപ്പിക്കാണ്ട് തോന്നി. എനിക്ക് ഫ്ലാഷ് ബാക്ക് വന്നപ്പോൾ ലാഗ് ആകുമോ എന്ന് തോന്നിപ്പോയി, പക്ഷെ ആയില്ല. മനസ്സിലായല്ലോ. ഇൻ്റർവെൽ പഞ്ചൊക്കെ സെറ്റായിരുന്നു, എല്ലാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് കഥാപാത്രങ്ങൾ എടുത്തു പറയണം. കുട്ടി ഒരു ഗ്യാങ് മെമ്പറാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചൊരു കാര്യം, ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് കോമഡി ആകും എന്ന് വിചാരിച്ചു. പല സീൻസും വിചാരിച്ച പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കോമഡി ആവും എന്ന് വിചാരിച്ച സീൻസ് നല്ല സീരിയസ് ആയിട്ട് തന്നെ, അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത ആൾ ജിത്തു മാധവൻ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ. എങ്ങനെയാണ് ഒരു ഇമോഷണൽ കോമഡി എനിക്കറിയില്ല. അതായത് ഞാനൊക്കെ ഇങ്ങനെ അയ്യോ പാവം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കോമഡി, ഇതാണ്. അതായത് നമ്മളിങ്ങനെ കോമഡിയാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇമോഷണൽ വരും. അങ്ങനെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല എന്താണ് വരാൻ പോകുന്നത്. ചില സീൻസിൽ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഇമോഷണൽ ആയിരിക്കും, അല്ല, അവിടെ ഒട്ടുക്കത്തെ കോമഡി. ഇമോഷണൽ സീൻസ് ഞാൻ വന്നപ്പോൾ ഇമോഷണൽ ആയിരിക്കും. ക്ലൈമാക്സ് എത്തുമ്പോൾ അത്യാവശ്യം ഇമോഷണൽ ട്രാക്കിലൂടെ എത്തും, പിന്നെ ബാക്ക് ടു കോമഡി. എങ്ങനെയാണ് ഇത് എഴുതിയത് എനിക്കറിയില്ല. അതിനനുസരിച്ച് ആക്ടിങ്ങും എല്ലാവരുടെയും, ഫഹദ് ഫാസിലും പിള്ളേരായാലും കോമഡിക്ക് അനുസരിച്ചിട്ടുള്ള ഇത്. പിന്നെ ഒരു അമ്മ, 2-3 പേര് മാത്രമേ കാണാനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളായിട്ടുള്ളൂ. അമ്മയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദർശന രാജേന്ദ്രൻ്റെ അമ്മയാണെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എവിടെയൊക്കെ ആരുടെയൊക്കെ അമ്മമാരെ പോലെ തോന്നി. ഇങ്ങനത്തെ അമ്മമാരുണ്ടാവുമായിരിക്കും അല്ലേ, ഇങ്ങനത്തെ അമ്മമാരൊക്കെ ഉണ്ടാവുമായിരിക്കും, നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഇങ്ങനത്തെ അമ്മമാരൊക്കെ ഉണ്ടാവുമായിരിക്കും. ത്രൂ ഔട്ട് പടം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളി, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയി, കുറച്ചും കൂടി ലാഗുണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങനെ കുഴപ്പമില്ല. ഡാപ്സിയുടെ ഇല്ലാത്തയായാലും ജാടയായാലും മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും പടം അടിപൊളി പടമാണ്. വിഷു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഏപ്രിൽ മാസം ഫ്രീ, മെയ് മാസമൊക്കെ ഫ്രീ ആണെങ്കിൽ കണ്ടു നോക്കാം. നിങ്ങൾക്ക് നല്ലൊരു പടമാണ്, ത്രൂ ഔട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. അടിപൊളി പടമാണ് കേട്ടോ, നല്ലൊരു രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. നല്ല പടം, മ്യൂസിക്, അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച നിൽക്കുന്ന സിനിമയാണ്. വിഷുവിന് കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ ഓക്കെ, ഇതിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.